നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണിപ്പോൾ BJP ചെയ്യുന്നതെന്ന് ഗോവ ഫോർവേഡ് പാർട്ടി അധ്യക്ഷൻ വിജയ് സർദേശായി BJP സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത്. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ നീക്കം ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ സാംസ്കാരിക മന്ത്രി ഗോവിന്ദ് ഗൌഡയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്തത് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ട്രൈബൽ വെൽഫെയർ വകുപ്പിലെ അഴിമതി ആരോപണങ്ങൾക്ക് ശേഷമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിയും വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എയർ ഇന്ത്യ 38 അന്താരാഷ്ട്ര വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കും. മോപ്പ ഗാഡ്വിക് റൂട്ട് നിർത്തിവെക്കും. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ 2025 ജൂൺ 21 മുതൽ ജൂലൈ 15 വരെ 38 അന്താരാഷ്ട്ര വിമാനങ്ങൾ ആഴ്ചതോറും വെട്ടിക്കുറയ്ക്കുകയും ഡൽഹി, നൈറോബി, അമൃത്സർ, ലണ്ടൻ, ഗോവ, ലണ്ടൻ എന്നീ 3 റൂട്ടുകളിലെ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്യും. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ 241 പേരുടെ മരണത്തിന് കാരണമായ വിമാന അപകടത്തെ തുടർന്നാണ് ഈ തീരുമാനം. ഷെഡ്യൂൾ സ്ഥിരത പുനഃസ്ഥാപിക്കാനും യാത്രക്കാർക്കുള്ള അവസാന നിമിഷ അസൗകര്യങ്ങൾ കുറയ്ക്കാനുമാണ് ഈ നടപടി. 18 അന്താരാഷ്ട്ര റൂട്ടുകളെ ബാധിക്കുന്ന ഈ കുറവ് പ്രധാനമായും വൈഡ് ബോഡി വിമാനങ്ങളിൽ 15% വെട്ടിക്കുറയ്ക്കലാണ്. മീറ്റ് ഷോപ്പുകൾക്കുള്ള ഗ്രീൻ കാറ്റഗറി ടാഗ് GSPCB താൽക്കാലികമായി നിർത്തിവെച്ചു. ഡിസംബറിൽ ചിക്കൻ, മട്ടൻ കടകളെ ഗ്രീൻ കാറ്റഗറി വ്യവസായങ്ങളായി തരംതിരിച്ച് ഗോവ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ തീരുമാനം 1960 മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം ലംഘിക്കുന്നുവെന്ന വിമർശനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു. അഭിഭാഷകർ, മൃഗസംരക്ഷണ ബോർഡ്, മറ്റുള്ളവർ എന്നിവരുടെ എതിർപ്പുകൾക്ക് ശേഷമാണ് ഈ തീരുമാനം. ഈ കടകളിലെ കശാപ്പ് പ്രവർത്തനങ്ങൾ റെഡ് കാറ്റഗറി കശാപ്പ് ശാലകളിൽ നിന്ന് വ്യത്യസ്തമായി മാലിന്യ നിർമ്മാർജ്ജനം ഇല്ലാതെ പരിസ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വാദിച്ചു. പരിസ്ഥിതി നിയമത്തിന്റെ മുൻകരുതൽ തത്വം ഉദ്ധരിച്ച് GSPCB ഈ തീരുമാനം താൽക്കാലികമായി നിർത്തി. AI ട്രാഫിക് സിസ്റ്റം തകരാറിലായി, പകരം നിർദ്ദേശം വൈകുന്നു. മാർച്ചിൽ ഗോവയിലെ മേഴ്സേഴ്സ് ജംഗ്ഷനിൽ ആരംഭിച്ച AI അധിഷ്ഠിത ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം 18 മാസത്തിലേറെയായി തുടർച്ചയായ തകരാറുകൾ മൂലം പ്രവർത്തനരഹിതമാണ്. ഗോവ പോലീസ് മാനുവൽ ട്രാഫിക് നിയന്ത്രണത്തിന് മാറി. ബെൽടെക് AI സിസ്റ്റം പൊളിച്ചുമാറ്റാൻ ട്രാഫിക് വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ഭരണപരമായ കാലതാമസം തുടരുന്നു. ഇമാജിൻ പനാജി സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ പുതിയ സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ സർക്കാർ തീരുമാനമെടുക്കാതെ പ്രശ്നം അവ്യക്തമായി തുടരുന്നു. 40,000 വൈദ്യുതി മീറ്ററുകൾ വീടുകൾക്കുള്ളിൽ നവംബർ 28 മാറ്റി സ്ഥാപിക്കണം. ഗോവ വൈദ്യുതി വകുപ്പ് 7.41 ലക്ഷം ഉപഭോക്താക്കളിൽ 5% പേർക്കുമേൽ ഏകദേശം 40,000 വൈദ്യുതി മീറ്ററുകൾ വീടുകൾക്കുള്ളിലോ പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലോ ഉള്ളതായി കണ്ടെത്തി. പൂട്ടിയതോ ഉടമകൾ വിദേശത്തോ ആയ വീടുകളിലെ ഈ മീറ്ററുകൾ മുൻ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയ ശരാശരി ബില്ലിങ്ങിന് കാരണമാകുന്നു. ഇത് വരുമാന നഷ്ടവും ഓഡിറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. 2025 നവംബർ 28 ഈ മീറ്ററുകൾ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തരത്തിൽ പുറത്തേക്ക് മാറ്റണമെന്ന് വൈദ്യുതി വകുപ്പ് നിർദ്ദേശിച്ചു. പാലിക്കാത്തവർക്ക് വൈദ്യുതി വിച്ഛേദനം നേരിടാം. മീറ്റർ തട്ടിപ്പ് തടയാനാണ് ഈ നീക്കം. ഉപഭോക്താക്കൾ ബന്ധപ്പെട്ട സബ്സ്റ്റേഷനുകളുമായി ബന്ധപ്പെടണം. വികസനത്തിനായി അജ്റ താലൂക്ക് ഗോവയുമായി ലയിക്കാൻ ആവശ്യം. മഹാരാഷ്ട്ര ഗോവയെ ലയിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഏകദേശം 6 പതിറ്റാണ്ടിന് ശേഷം ഗോവ അതിർത്തിയോട് ചേർന്നുള്ള അജ്റ താലൂക്ക് മെച്ചപ്പെട്ട വികസനത്തിനും ഭരണപരമായ അവഗണന അവസാനിപ്പിക്കാനും ഗോവയുമായി ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അജ്റയിലെ സാമൂഹിക വ്യാപാര സംഘടനകൾ പ്രാദേശിക മാമലദാറിന് ഒരു നിവേദനം സമർപ്പിച്ചു. അത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. അജ്റയുടെ ഭൂമിശാസ്ത്രപരമായ സാമ്യവും മഹാരാഷ്ട്ര ഭരണത്തിന് കീഴിലുള്ള വികസനക്കുറവും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഗോവയുമായുള്ള ലയനം താലൂക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക അവസരങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് സംഘടനകൾ വാദിക്കുന്നു. ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ടെഹ്റാനിൽ നിന്ന് അർമേനിയയിലേക്ക് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച ഡൽഹിയിൽ സുരക്ഷിതമായി എത്തി. ജമ്മു കാശ്മീർ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും വേഗത്തിലുള്ള പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞു. എന്നിരുന്നാലും ഇറാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്കായി ആശങ്ക തുടരുന്നു. MBBS വിദ്യാർത്ഥിയുടെ പിതാവായ ഹൈദർ അലി ആശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും മറ്റുള്ളവരെ രക്ഷിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കലങ്കുത്ത് നിവാസികൾ ട്രേഡ് ലൈസൻസ് പുതുക്കലിനുള്ള NOC ആവശ്യകത നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു.
കലങ്കുത്ത് നിവാസികൾ ഗസ്റ്റ് ഹൗസുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയ കോട്ടേജ് വ്യവസായങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് പുതുക്കുന്നതിന് വോട്ടർമാരോ വാർഡ് അംഗങ്ങളിൽ നിന്നോ ഉള്ള NOC അല്ലെങ്കിൽ ഉറപ്പുകത്ത് ആവശ്യമെന്ന നിയമം നീക്കം ചെയ്യണമെന്ന് പ്രാദേശിക പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ഈ നിയമത്തിന് ഗോവ പഞ്ചായത്ത് രാജ് ആക്ടിന് കീഴിൽ നിയമപരമായ അടിസ്ഥാനമില്ലെന്നും ഇത് ഭരണപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും പക്ഷപാതത്തിനും തർക്കങ്ങൾക്കും കാരണമാവുകയും ചെയ്യുമെന്നും അവർ വാദിക്കുന്നു. കലങ്കുത്തിന്റെ ടൂറിസം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ ബിസിനസ്സുകളുടെ പ്രാധാന്യം എടുത്തുകാട്ടി ഇത്തരം ആവശ്യങ്ങൾ നിയമാനുസൃത സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിയമപരമോ സോണിംഗ് ലംഘനങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം NOC ആവശ്യമെന്ന് പഞ്ചായത്തിനോട് അവർ ആവശ്യപ്പെടുന്നു. വാടകക്കാറുമായി കടന്ന പ്രശാന്ത് സിംഗിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. വാടകയ്ക്കെടുത്ത കാർ ഉപയോഗിച്ച് ഗോവയിൽ നിന്ന് കടന്നുകളഞ്ഞ സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശിയായ പ്രശാന്ത് സിംഗിനെതിരെ വാസ്കോ പോലീസ് ക്രിമിനൽ ബ്രീച്ച് കേസെടുത്തു. റെന്റ് കാർ സ്ഥാപനത്തിൽ നിന്ന് വാഹനമെടുത്ത ശേഷം തിരിച്ചു നൽകാതെയും നിയമലംഘനം നടത്തിയും ഗോവ വിട്ട് രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. റെന്റ് കാർ ഉടമകൾ പലതവണ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തെ റെന്റൽ സേവനദാതാക്കളിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. നിയമവ്യവസ്ഥ കർശനമാക്കണമെന്നും ഇത്തരം തട്ടിപ്പുകൾ തടയാൻ നടപടികൾ വേണമെന്നും സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.